ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ്, അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നതായ അവരുടെ ഫീലിങ്സ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റിസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റിസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഹിഡൻ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ്, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ്, അവർ നിങ്ങളെ അറിയിക്കാതെ നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. കൂടുതൽ പേരും ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആയിരിക്കാം എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സെപ്പറേഷനിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ടുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു കരിയർ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഉള്ള ഒരു സ്ട്രഗിൾ ആയിരിക്കാം. അതൊന്നുമല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് മറ്റു വ്യക്തികളുടെ ഒരു കടന്നുകയറ്റം, അതൊക്കെ ആയിരിക്കാം ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുള്ളത്. ചിലപ്പോൾ അതൊരു ഫാമിലി മെമ്പർ ആയിട്ട് വരുന്ന ആളുകളൊക്കെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ ഒരു വ്യക്തിയുടെ ഇടപെടൽ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടാകാം. ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷനാണ്, ഒരിക്കലും എൻഡ് ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. ഓൺ ആൻഡ് ഓഫ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ സന്തോഷം പോലും ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ അവരുടെ മുന്നിൽ ഇല്ല, അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ ഇല്ല എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളെ കാണാൻ സാധിക്കാത്ത സമയത്ത് അവർ നിങ്ങളുടെ ഫോട്ടോസൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഇവർ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ മുഖം മനസ്സിൽ വരുന്ന സമയത്തെല്ലാം ആ ഒരു ഫോട്ടോ അവരെടുത്തിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി അവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് ഒരു മെന്റൽ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർ ഇത്രത്തോളം ഒരു ഭയങ്കരമായ ഒരു വിഷമത്തിലാണ്. ഒരിക്കലും ആ ഒരു കാര്യം, അവരിങ്ങനെ നിങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ പിന്തുടർന്ന് ചിലപ്പോൾ നിങ്ങളെ അവർ കാണുന്നൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ മുന്നിൽ വന്ന് അവരുടെ പ്രണയം എക്സ്പ്രസ് ചെയ്യാനൊന്നും അവർക്കിപ്പോൾ കഴിയുന്നുണ്ടാവില്ല. കാരണം അത്രത്തോളമുള്ള ഒരു പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവരൊരു കൺഫ്യൂഷനിലാണ്. ശരിക്കും ഒരുപാട് തവണ നിങ്ങളെ കാണാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം അവർക്ക് പരാജയമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവർ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ പിൻവലിയുന്നതായിട്ടാണ് കാണുന്നത്. ചില സമയങ്ങളിൽ എല്ലാം നഷ്ടമായി പോയി, അവരായിട്ട് തന്നെയാണ് നിങ്ങളെ നഷ്ടമാക്കിയത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എനർജി. അപ്പൊ മനസ്സിനെ ചിലപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും സങ്കടത്തിലൊക്കെ അവർ പോകുന്നുണ്ടാകാം. ആ ഒരു ഫീലിങ്സിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാകാം. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാകണം, അങ്ങനെ ഒരു പ്രോമിസ് നിങ്ങൾക്ക് നൽകണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്.
അപ്പോൾ അവർക്ക് എപ്പോഴും നിങ്ങളുമായിട്ട് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രയും ഡീപ്പായിട്ട്, അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ട് അവർ ചിന്തിക്കുന്നൊരു അത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവരുടെ ഈ ഒരു ഫീലിങ്സ് തന്നെയാണ് അവര് നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് അത്രത്തോളമാണ് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്നുള്ളത്. അവര് നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു മറച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രീഷ്യസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അവർ എന്തുകൊണ്ടോ മറച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. ഈ വ്യക്തി അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും അവർ ഏത് നിമിഷത്തിലും എല്ലാ നിമിഷങ്ങളിലും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നൊരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ തള്ളിക്കയറി വരുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ്, അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ അവർ സ്വപ്നം കാണുന്നുണ്ട്. നാളെ ഒരു ദിവസം എന്തായാലും അവരുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിൽ വരും എന്ന് അവർക്കറിയാം. അത്രയും അവർ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന്. കാരണം അവർ അത്രത്തോളമാണ് നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കാണാനായിട്ട് സാധിക്കാതെ അവരുടെ ഹൃദയം ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. നിങ്ങളെ കാണണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ അവരുടെ ഫീലിങ്സ് ഇങ്ങനെ തള്ളിക്കയറി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഡെഫിനറ്റ്ലി അവരുടെ സന്തോഷം നിങ്ങളിൽ ആണെന്ന് തന്നെയാണ് ഇവിടെ ഒരു എനർജി നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എത്രമാത്രം ഒരു ഡിസ്റ്റൻസിൽ ഇരുന്നാൽ പോലും, അത്രത്തോളം നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരുന്നാൽ പോലും അവരുടെ ഉള്ളിലുള്ള ഒരു പ്രണയത്തിന് ഒട്ടും തന്നെ കുറവില്ല. അവരുടെ സന്തോഷം എപ്പോഴും നിങ്ങളിൽ തന്നെ ആയിരിക്കും എന്ന് ആ വ്യക്തി എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്. മനസ്സുകൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ അരികിൽ തന്നെയാണ്. ഒരവസരം അവർക്ക് കിട്ടുന്ന ആ നിമിഷം തന്നെ അവർ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ വീണ്ടും വീണ്ടും കിട്ടുന്ന ഒരു എനർജി. അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. എൻഡായി പോയില്ല, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും, ഒരു റീയൂണിയൻ നടക്കും എന്നൊരു തരത്തിലുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ല അവരുടെ ഉള്ളിൽ വളരെയധികം സ്നേഹമുണ്ട്, അത് അവർ ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കാരണം മാത്രം നമുക്ക് ഈ ഒരു റീഡിങ് കിട്ടുന്നില്ല. കാരണം നമ്മൾ അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളൊരു റീഡിങ്ങിന്റെ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു റീഡിങ്ങിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് ഇവിടെ വരുന്നത് ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ നമ്മുടെ ടോപ്പിക്കും അത് തന്നെയാണ്. അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് എന്താണ്? അവരുടെ പ്രോബ്ലംസ് ആണ്. ആ ഒരു പ്രോബ്ലംസ് ഒരിക്കലും നിങ്ങളോട് അവർ ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് അവർ ഈ ഒരു സമയത്ത് പറയുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ദി ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ, ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളെ ഫസ്റ്റ് കണ്ട ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. കുറച്ച് കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നവർ പറയുകയാണ്. ഐ വിൽ കോൾ യു സൂൺ. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു സോൾ മെസ്സേജ്. ഓക്കെ, ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. ഓക്കെ, അവരെ നിങ്ങൾ വിട്ടുപോകുന്ന ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് ആ വ്യക്തി പറയുകയാണ്. ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, അവർ നിങ്ങളെ വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു എന്ന് അവർക്കറിയാം എന്ന് അവർ പറയുന്നു. അവരത് മനസ്സിലാക്കുന്നു. ഐ ഫീൽ എംപ്റ്റി വിതൗട്ട് യു. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, അവർക്ക് നിങ്ങളില്ലാത്ത ഈ ഒരു സമയം വളരെ ശൂന്യമായിട്ട് അനുഭവപ്പെടുന്നു. ശൂന്യതയാണ് അവർക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി ഹാർഡായിട്ടുള്ള ലെസൺസ് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു, പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഒത്തിരി ആ ഒരു ലെസൺസ് വഴി ഒരു പാഠം പഠിച്ച് അവരൊരു
ചേഞ്ച് ആയിരിക്കുന്നു, മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ, ഒരു മെസ്സേജുമായിട്ട് വളരെ കണക്ട് ആയിട്ടാണ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്. അവർ ഒത്തിരി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, നല്ലൊരു വ്യക്തിയാകാനായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ ആകാനായിട്ട്, നല്ല രീതിയിൽ ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് ഒക്കെ അവരെ തന്നെ ചേഞ്ച് ആക്കിക്കൊണ്ട് ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് വരുന്നു എന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു സമയത്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എബ്രോഡ്. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 11 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ. ഓക്കെ, ബേക്കിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. 2002 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 36 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ H നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 44 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ ഈ ഒരു പേഴ്സണോ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം. 54 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്ട് മെറാക്കിൾസ്, അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലെറ്റർ A നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1981 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ കളർ, നമുക്കിവിടെ ഒരു ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. എൻകറേജസ് യു, നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒത്തിരി എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. 1987. ഓക്കെ, 2 months, 2 മാസം എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മന്ത്. ഓക്കെ, ലെറ്റർ E നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സിംഗിങ്. ഓക്കെ, ഒരു പാട്ട് പാടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ, അല്ലെങ്കിൽ പാട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. പ്രൊഫഷണലായിട്ട് പാട്ട് പാടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പാട്ട് പാടി തന്നിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള എന്തോ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.